ക്ലാരേ, ക്ലാരേ, എന്നാ എന്റെ ക്ലാരേ ഒന്ന് ഇറങ്ങ്. ഇത് എപ്പോ തുടങ്ങി ഒരുക്കുവാ? വരിക. എന്നാ വാ. ദേ, എന്റെ മുഖത്ത് പൗഡർ അധികം ഉണ്ടോ? എല്ലാം അധികമായതുകൊണ്ട് പൗഡറായിട്ട് മാത്രം എടുത്ത് കാണിക്കുന്നില്ല. എന്താ ഇത്? ഒരു ക്ലബിൽ പാർട്ടിക്ക് പോകുമ്പോ ഇതാണോ ഇടുന്നത്? പിന്നെയും തുടങ്ങി. ഡാഡി ഇത് കണ്ടോ? ഇതിനെന്താ ഒരു കുഴപ്പം? ഏയ്, ഇതിനൊരു കുഴപ്പമില്ലല്ലോ. ഇല്ലേ? ഇതാ സൂക്ഷിച്ചൊന്ന് നോക്കിയേ. സ്വല്പ കുഴപ്പമുണ്ട് മോളെ. പക്ഷെ ഡാഡി ഇതിടുമ്പോ എന്ത് സുഖാന്നറിയോ? അയ്യോ മോളെ, അതിനെക്കാളും കാണുന്നവർക്ക് അസുഖം. ദേ പെണ്ണെ, കഴിഞ്ഞ ആഴ്ച തയ്പ്പിച്ച ലാച്ച എടുത്തത് അതാകുമ്പോ അവിടെ ആരും കണ്ടിട്ടില്ല. ഡാഡി എന്നാ പിന്നെ ലാച്ച ഇട്ടോണ്ട് വാ. ഒരുപാട് ടൈമായി മോളെ. ഒരു ലാച്ച മണ്ണും അവളെന്താ പിറുപിറുത്തെ? ഏയ്, നിനക്ക് തോന്നിയതാ. അവൾ ഒന്നും പറഞ്ഞില്ല. നിന്റെ ഡ്രസ് ഉഗ്രനായിരിക്കുന്നു. പോയി വണ്ടി കയറിയിടാ. എല്ലാം സോൾവ് ആയില്ലേ? ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. നിങ്ങൾ അകത്തോട്ട് ചെന്ന്. ഹലോ. ഹായ് ജോസഫ്. ഞാൻ അല്പം ലേറ്റ് ആയി. ഇങ്ങോട്ട് വാവണേ. എന്നാ തുടങ്ങാം. ശരി. നേരത്തെ എത്തിയോ? ഇപ്പൊ എത്തിയതേയുള്ളൂ. അവരൊക്കെ ഇവിടെയുണ്ട്. ദിസ് ഇസ് മൈ ഫോർബിഡൻ പ്ലേസ്. ഞാൻ എന്നെ തന്നെ നിരോധിച്ചിരിക്കുന്ന സ്ഥലം. പൊങ്ങച്ചത്തിന്റെയും ഗോസിപ്പിന്റെയും ലോകം. ഐ ഹേറ്റ് ദിസ് പ്ലേസ്. അത് ക്ലാരയുടെ സ്ഥിരം പരിപാടിയാണല്ലോ. അല്ല പിന്നെ. ക്ലാരയും മോളെയും കണ്ട ചേച്ചി അനിയത്തി പോലെ ഇരിക്കുന്നല്ലോ. ശരിയാ. മോളുടെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് എവിടെ നിന്നെടുത്തതാ? ഇത് റെഡിമെയ്ഡ് അല്ല, ഞാൻ ഡിസൈൻ ചെയ്തതാ. ദേ, ഈ ബീച്ച് ഒക്കെ ഇമ്പോർട്ടഡാ. ദേ വിമല വരുന്നുണ്ട്. ഹായ് ഹായ്. വിമലയുടെ ഭാവം കണ്ടില്ലേ? അവളുടെ കഴുത്തിലെ ഡയമണ്ട് നെക്ലസിന് 5 ലക്ഷം രൂപയാണെന്നാ പറയുന്നേ. അത് അമേരിക്കൻ ഡയമണ്ടാന്നാ കേട്ടത്. ആണോ? അത് അവളുടെ ഹസ്ബൻഡ് വിവാഹ വാർഷികത്തിന് ഗിഫ്റ്റ് കൊടുത്തതാത്രേ. ആ പിശുക്കനോ? എന്നാ ഉറപ്പാ ഡ്യൂപ്ലിക്കേറ്റാ. ഹായ്. ഇതെന്തു പറ്റി? ഏതോ ഫാൻസി ഡ്രസ്സിന് കോലം കെട്ടിയ പോലെ ഉണ്ടല്ലോ. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? പിന്നല്ലാതെ. ഒരു ചെറിയ സഹായം. നീ ഇപ്പൊ പറഞ്ഞില്ലേ, അതൊന്ന് മമ്മിയോട് പോയി പറയും. എന്താന്നറിയോ, മമ്മി അവിടെ കിടന്ന് ഒത്തിരി ഷൈൻ ചെയ്യും. ഈ ചെക്കൻ അവിടെ. സ്റ്റുപ്പിഡ്. ഹലോ. ഹായ് വിനു. എന്താ ഇന്നോ? എത്ര മണിക്ക്? അതെന്നാ നേരത്തെ പറയാതിരുന്നേ? ഓ, ഇന്ന് നിങ്ങൾ റിഹേഴ്സൽ ചെയ്തോ? ഞാൻ ഓ, 24 മണിക്കൂറും ഫോണും പിടിച്ചോണ്ട് നടന്ന ബാക്കിയുള്ളവരെ എങ്ങനെ അത്യാവശ്യത്തിന് ഫോൺ ചെയ്യുന്നേ? എന്തിനാ മമ്മി നാടകം കളിക്കുന്നേ? ഇത് വളരെ ചീപ്പായി പോയി. എന്നാടി ചീപ്പായി പോയേ? എനിക്ക് നിന്റെ ഫോൺ ഒളിച്ചേക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു മൊബൈൽ പോലും വാങ്ങാൻ സമ്മതിക്കാത്തത് ഇതിനു വേണ്ടിയാണെന്ന് അറിയാം. സഹിക്കണേന് ഒരു പരിധിയുണ്ട്. മമ്മിക്ക് എന്തോ മനോരോഗാ. ആന്നടി, നിനക്ക് വേണ്ടി ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട ഞാനിപ്പോ മനോരോഗിയാ. ഈ നശിച്ച വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. എടി എടി, എന്തൊരു പോക്ക ഇത്? ഇതാ ഫ്രെഡിയുടെ വണ്ടിയല്ലേ? നാണക്കേട്. നിനക്കൊക്കെ പോയി തൂങ്ങി ചത്തുടാ. ഒരു നാരിന്ത് പെണ്ണിന്റെ തല്ലും മേടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഫ്രെഡി, അത് ജുവൽ മറ്റു പെൺകുട്ടികളെ പോലെയല്ല. നമ്മളുടെ കളിയൊന്നും അവളുടെ അടുത്ത് നടക്കത്തില്ല. നീ ആരാ അവളുടെ ഫാനോ? ഇവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നേ കാണായിരുന്നു. ഓ പിന്നെ നീ എന്തിനാ എന്നോട് ചൂടാവുന്നത്? ആ ജൂവലിന്റെ ക്ലാസ്മേറ്റ് പ്രീതിയെ വിളിക്കാൻ നീ കുറെ നോക്കിയതല്ലേ? എന്നിട്ട് എന്തായി? ജൂവൽ അത് പൊളിച്ച് കയ്യിൽ തന്നു. എന്നിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? നിനക്ക് കാണണോ? എനിക്ക് അവളെ എന്ത് ചെയ്യാൻ പറ്റും നിനക്ക് കാണണോ? കാണിച്ചു തരാം. ഫ്രെഡിക്ക് എന്ത് വേണം? നിന്നെ. മൈൻഡ് യുവർ ലാംഗ്വേജ്. എന്റെ അപ്പനും അമ്മ എനിക്കൊരു പേരിട്ടിട്ടുണ്ട്. ഓ, ഇവക്ക് തൊന്തയും തള്ളക്കുള്ളതാണെന്ന്. ആഹാ, എന്റെ സ്വഭാവം കണ്ടാ പറയാത്തില്ലല്ലോ തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചതാന്ന്. മോളെ അവിടെ നിക്കടി. നീ ആണുങ്ങളെ തല്ലുന്നവളാന്ന് കേട്ടു. എന്റെ ദേഹത്ത് തൊട്ട ചിലപ്പോ തല്ലിന്നിരിക്കും. കാണട്ടെ. ഫ്രെഡി കൈവിട്. വിട്ടില്ലെങ്കിൽ നീ തല്ലൂ. ഫ്രെഡി വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, കൈവിട്.
എടി പെണ്ണ് പെണ്ണിന്റെ സ്ഥാനത്ത് കാണും, അല്ലെങ്കിലേ വിവരം അറിയും. നിന്നെപ്പോലുള്ള പെണ്ണുങ്ങൾ പഠിക്കും. മാറി പ്രിൻസിപ്പള് പിന്നെയും തല്ലിയോ? ക്ലാര ഇതറിഞ്ഞോ? ഇല്ല, ഞാൻ അപ്പൊ തന്നെ അമ്മയെ വിളിച്ചിട്ട് ക്ലാര ആന്റി ഇത് അറിയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മിടുക്കി. യു ആർ സ്മാർട്ട് ലക്ഷ്മി. ആശ്വാസായി, ഒരാളെങ്കിലും എന്റെ കൂടെ ഉണ്ടല്ലോ. എല്ലാവരും പറയുന്ന ഞാൻ ചെയ്തത് കൂടിപ്പോയെന്നാ. പിന്നെ ഒരു കാര്യം, എന്റെ റിയൽ നെയിം ജുവൽ എന്നാ. Is it? Nice name. ജുവൽ എന്ന് പറഞ്ഞാൽ രത്നം. That means you are valuable. അല്ല, എന്ത് പറ്റി ഇപ്പൊ സത്യം പറയാൻ? ഐ ഡോണ്ട് നോ. ലക്ഷ്മി എന്ന് വിളിച്ച് സംസാരിക്കുമ്പോ മറ്റാരോട് അമീർ സംസാരിക്കുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ടാ. ഓക്കെ. എന്നിട്ട് മമ്മി എന്ത് പറഞ്ഞു? എന്ത്? ഫ്രെഡിയെ തല്ലിയ കാര്യം. മമ്മി അറിഞ്ഞിട്ടില്ല. മമ്മി അറിയാതെ ഡാഡി അത് ഹാൻഡിൽ ചെയ്തു. അയ്യോ, മമ്മി അറിഞ്ഞായിരുന്നെങ്കിൽ ഇവിടെ ഒരു യുദ്ധം നടന്നേനെ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ. എന്നിട്ടിപ്പോ എന്തായടി? നിന്റെ അഹങ്കാരം കൊണ്ട് നീ ഓരോന്നും കാണിച്ചു കൂട്ടും, അതിന്റെ ഒക്കെ അനുഭവിക്കുന്ന ഞങ്ങളാ. ഇതൊക്കെ പറഞ്ഞ് മമ്മി ഇവിടെ കിടന്ന് ഷൈൻ ചെയ്തേനെ. മമ്മിയുടെ മുന്നിലെങ്ങാനും തോറ്റുപോയാലത്തെ അവസ്ഥ. ഹോ, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? തോൽക്കാനും ജയിക്കാനും ഇത് ഫുട്ബോൾ കളിയാ. ആ, ഒരു തരത്തിൽ പറഞ്ഞ ഞങ്ങള് തമ്മിലൊരു ഫുട്ബോൾ കളി തന്നെയാ. ത്രൂ ഔട്ട് ഒരു സമനിലയിലാ പോയിക്കൊണ്ടിരിക്കുന്നെ. ഈ സംഭവം എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ മമ്മിക്ക് ഇതൊരു പെനാൽറ്റി ആയനെ. ഡാഡി ആയിരിക്കും റഫറി. അയ്യോ, സത്യമായിട്ടും ഡാഡിക്ക് ഒരു റഫറിയുടെ റോള് തന്നെയാ. ഒന്ന് ചിന്തിച്ചാൽ മമ്മി പറഞ്ഞതിലും കാര്യമുണ്ട്. എന്ത് കാര്യം? ജുവൽ ചെയ്തത് ശരി തന്നെയാണ്. പക്ഷെ ആണുങ്ങളെ വാശി കയറ്റിയാൽ അല്പം സൂക്ഷിക്കണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആദ്യത്തെ ചെറുപ്പക്കാരനെ പോലെയല്ല ഫ്രെഡി. ഐ ഫീൽ ഹി ഈസ് ഡേഞ്ചറസ്. യു ഷുഡ് ബി കെയർഫുൾ. രാഹുൽ, ആ രാഹുൽ, ആ ദാ വരുന്നു. നീ എന്നെ കടയിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് കാറിങ് കൊണ്ടുവരെ. അമ്മയ്ക്ക് എന്തോ ഷോപ്പിംഗ് ഉണ്ട്. അപ്പാ, അമ്മയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയുള്ള അവസ്ഥ അറിയാലോ. എടാ, ആ അവസ്ഥ എനിക്ക് അറിയാവുന്നുണ്ടല്ലേ നിന്നെ ഏൽപ്പിക്കുന്നേ. എനിക്ക് വേറെ പണിയുണ്ട്. ഞാനും ഫ്രീ അല്ലേ, എനിക്ക് വേറെ കാര്യമുണ്ട്. എന്ത് കാര്യം? അത് ഒരു പ്രോജക്റ്റ് വർക്ക്. എന്ത് പ്രോജക്റ്റ് വർക്ക്? അത് പിന്നെ MBA കാർക്ക് പല പ്രോജക്റ്റ് വർക്കുകളില്ലേ, അതിലൊരെണ്ണം ഈ ടൗണിലെ പല കടകളിൽ കയറി ചെയ്യേണ്ടതാണെന്നേ. ആ, എനിക്കും കുറെ കടകളിൽ കയറാനുണ്ട്. അപ്പൊ എന്റെ കൂടെ വന്നാ നിന്റെ കാര്യങ്ങൾ നടത്താമല്ലോ. അത് ശരിയാണല്ലോ. അപ്പാ, അത് ശരിയാവില്ലെന്നേ. അതെന്നാ ശരിയാവത്തെ? ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടെന്നേ. അല്ലല്ലോ, എനിക്കൊരു ആവശ്യം വരുമ്പോ ഇവിടെ ആർക്കും സമയമില്ല. പ്ലീസ്, നിങ്ങൾ ഇന്ന് വൈകിട്ട് അല്പം നേരത്തെ വരണം. മേരി, ഇന്ന് എനിക്ക് കടയിൽ പെടുപ്പത് പണിയുണ്ട്. ഇത്തവണ നീ ഒരു ഓട്ടോ പിടിച്ചു പോ. കാറുമായിട്ട് ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞും പോയി. ആരോട്? എന്റെ കൂടെ ജുവലും ക്ലാരയും വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും? ഞാൻ വരാം. ഇനിയിപ്പം ഞാൻ കാരണം അമ്മ അവരുടെ മുമ്പിൽ നാണം കിടണ്ട. അപ്പൊ നിന്റെ പ്രൊജക്റ്റോ? അത് വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കാം. അത് നന്നായി. നീ വേഗം പോയി ഡ്രസ് ചെയ്യേ. ഈ പ്രൊജക്റ്റ് കൊണ്ട് വല്ല ഗുണം ഉണ്ടാവോ? സോറി. ഹായ് രാഹുൽ. ഹായ്. രാഹുൽ എന്താ ഇവിടെ? ഞാൻ ഇവിടെ ചുരിദാറും ബ്ലൗസൊക്കെ തയ്ക്കാൻ വേണ്ടി. ആർക്കാ? രാഹുലിന്? രാഹുൽ, ഒന്നിങ്ങ് വന്നേ. എന്താ ഈ ഡിസൈൻ എങ്ങനെയുണ്ട്? കിടു കാലൊക്കെ ചെയ്യാലേ. ഈ ഡിസൈൻ മതിയെ. ഇതിന്റെ നെക്ക് നന്നായിട്ട് ഇറങ്ങി വരൂട്ടോ. ഒന്ന് കാണിച്ചേ. അയ്യേ, ഇത് ശരിയാവത്തില്ല. എനിക്കിതാണ് ഇഷ്ടം, എനിക്കിത് മതി. ഈ തുണിക്ക് ഈ ഡിസൈൻ ഒട്ടും ചേരുന്നില്ല. ഇത് ചേരും. രാഹുൽ പറഞ്ഞു ഇത് ചേരുമെന്ന്. രാഹുൽ അങ്ങനെ പറഞ്ഞോ? എന്തേ? ഇതിനെന്താ കുഴപ്പം? ഇത് ഒത്തിരി ഇറങ്ങിയതാ. ഒന്ന് സ്വാതന്ത്ര്യമായിട്ട് കുനിയാൻ പോലും പറ്റത്തില്ല. അതിനൊരു ഷോൾ ഇട്ടാ പോരെ? അതൊന്നും ശരിയാവത്തില്ല, അത് വേണ്ട. അതൊക്കെ ശരിയാവും, എനിക്കിത് മതി. വെറുതെ വാശി പിടിക്കില്ല. വാശി പിടിക്കുന്നേ. ജോൽ എന്തിനാ വെറുതെ സീൻ ഉണ്ടാക്കുന്നത്? എനിക്ക് ഈ ചുരിദാർ വേണ്ട. പ്രശ്നം തീർന്നല്ലോ. അവള് ഇതിനെയൊക്കെ എടുത്ത് അകത്ത് വെച്ചൂടെ നിങ്ങൾക്ക്?